ഗുഡ് ഈവനിങ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്? എല്ലാവർക്കും ഓക്കെ അല്ലേ? പ്രൊജക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തോ എല്ലാരും? ഓക്കെ ആണോ? മൺഡേക്ക് മുമ്പായിട്ട് എല്ലാരും സബ്മിറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഇന്ന് തൊട്ട് നമ്മൾ MySQL ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, MySQL എന്ന് പറയുന്നത് എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. MySQL എന്ന് പറയുന്നത് ഒരു ഡേറ്റാ ബേസ് ആണ്. അപ്പൊ നിങ്ങൾ ഫുൾ സ്റ്റാക്ക് അല്ലേ പഠിക്കുന്നത്? ഫുൾ സ്റ്റാക്ക് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ ഫ്രണ്ട് എൻഡ് പഠിക്കണം, ബാക്ക് എൻഡ് പഠിക്കണം, പ്ലസ് ഡേറ്റാ ബേസും മാനേജ്മെന്റ് സിസ്റ്റവും കൂടി പഠിക്കണം. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ഡേറ്റാസ് എവിടാണ് പോയി സ്റ്റോർ ആവുന്നതെന്നും ആ സ്റ്റോർ ആയിട്ട് വേണമല്ലോ നമുക്ക് കുറച്ച് ആക്ഷൻസ് പെർഫോം ചെയ്യാനായിട്ട്. അതായത് ഒരു എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു പേജിലേക്ക് ലോഗിൻ ചെയ്യുവാന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ നിങ്ങൾ എന്തൊക്കെ കൊടുക്കും? നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യും. അപ്പൊ ആ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഒരു സ്ഥലത്ത് പോയി സ്റ്റോർ ആവും. ഓക്കെ, എന്നിട്ട് അത് സ്റ്റോർ ആയിട്ടാണ് എന്ത് വരുന്നത്? നിങ്ങൾക്ക് ആ നിങ്ങൾ കൊടുക്കുന്ന യൂസർ നെയിമും ആ സ്റ്റോർ ആയിരിക്കുന്ന സ്പേസിലെ ഡേറ്റാബേസിലെ യൂസർ നെയിമും തമ്മിൽ സെയിം ആണോ എന്ന് നോക്കും. ഓക്കെ, സെയിം ആണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ലോഗിൻ ആവും, അല്ലെങ്കിൽ ലോഗിൻ ആവില്ല. സോ എന്താ, നമ്മൾ ഈ കൊടുക്കുന്ന യൂസർ നെയിം ആണെങ്കിലും ഈ യൂസറിന്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡേറ്റാസും പോയി സ്റ്റോർ ആവുന്ന ഒരു സ്പേസ് ആണ് ഡേറ്റാബേസ്. ഓക്കെ, അപ്പൊ ആ ഡേറ്റാബേസിൽ നിന്നും നമുക്ക് ഡേറ്റാസ് ആക്സസ് ചെയ്തെടുക്കണം, ഡിലീറ്റ് ചെയ്യണം, ആക്സസ് ചെയ്യണം, മോഡിഫൈ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SQL കമാൻഡ്സ്. ഓക്കെ, MySQL ഡേറ്റാബേസിൽ SQL കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡേറ്റാസ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡേറ്റാബേസ് ഡേറ്റ ആക്സസ് ചെയ്യുന്നത് എടുക്കുന്നത് നമുക്ക് നോക്കാം. അതാണ് നമ്മൾ MySQL ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ MySQL ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം കമാൻഡ് പ്രോംപ്റ്റിലായിരിക്കും ഡേറ്റാസ് ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും, നമുക്ക് ജസ്റ്റ് ക്വയറി മനസ്സിലാവുക. അപ്പൊ ആ ഡേറ്റാസിനെ ആക്സസ് ചെയ്തെടുക്കുന്ന ആ ഒരു കമാൻഡ്സിനെ പറയുന്ന പേരാണ് ക്വയറീസ് എന്ന്. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പോലെ തന്നെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്വറി. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ DBMS എന്ന് പറയുന്ന ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇതിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളിലായിരിക്കും. ഓക്കെ, അപ്പൊ ആ ടേബിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റാസ് ആക്സസ് ചെയ്തെടുക്കും. ആ ടേബിളിൽ നിന്ന് ഡേറ്റാസ് എങ്ങനെയാണോ ഇരിക്കുന്നത് അവിടെ നമ്മൾ ആക്സസ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് RDBMS അല്ലെങ്കിൽ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ RDBMS യൂസ് ചെയ്ത് ഡേറ്റ ആക്സസ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പൊ അതിന് ഡേറ്റാസ് അവിടെ നിന്ന് എടുക്കാനും വെക്കാനും ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്വറി അല്ലെങ്കിൽ ഒരു കമാൻഡിന് പറയുന്ന പേരാണ് SQL കമാൻഡ്സ്. ഓക്കെ, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ് SQLന്റെ ഫുൾ ഫോം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ MySQL ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങളുടെ കയ്യിലൊക്കെ MySQL ഉണ്ടോ? ഉള്ളവർ യെസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുക, ഇല്ലാത്തവർ നോ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുക. ഓക്കെ, സാമ്പല്ല, നമ്മൾ സാമ്പിലൊന്നും അല്ല ചെയ്യുന്നത്. നമ്മള് ജസ്റ്റ് MySQL ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് വഴി ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. കമാൻഡ് പ്രോംപ്റ്റ് വഴി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ക്വറീസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് അവിടെ തന്നെ വെച്ചിട്ട് ഔട്ട്പുട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ സിസ്റ്റത്തിൽ ഓൾറെഡി MySQL ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ നല്ലൊരു നെറ്റ് കണക്ഷൻ ഉള്ള ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യാം, എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നെറ്റ് കണക്ഷൻ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളൊന്ന് ഷെയർ ചെയ്യാവോ? ആദർശ്, ആദർശ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷെയർ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ എല്ലാരും ഫസ്റ്റ് ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിളിൽ ചെന്നിട്ട് mysql.com MySQL എന്ന് സെർച്ച് ചെയ്യാം. MySQL ഓക്കെ, സെർച്ച് ചെയ്യുമ്പോഴേക്കും
ആദ്യം കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഓൾറെഡി വെബ്സൈറ്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. .com എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു വെബ് പേജിലേക്ക് തന്നെ വരും. എന്നിട്ട് ഇവിടുന്ന് ഡൗൺലോഡ്സ് കണ്ടോ, ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്തേ. ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവിടുന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. താഴേക്ക് വരുമ്പോൾ MySQL GPL കമ്മ്യൂണിറ്റി ഫ്രീ വെർഷൻ എന്ന് പറഞ്ഞോണ്ട് കാണും. താഴേക്ക് വരിക, MySQL GPL കമ്മ്യൂണിറ്റി വെർഷനിലേക്ക് കണ്ടോ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് MySQL, അതെ അതെ അത് തന്നെ. എന്നിട്ട് MySQL ഇൻസ്റ്റാളർ കാണും അവിടെ. MySQL ഇൻസ്റ്റാളർ, MySQL ഇൻസ്റ്റാളർ ഫോർ വിൻഡോസ് ആണ്. അയ്യോ, മാക് ആണെങ്കിൽ വേണ്ട, സ്റ്റോപ്പ് ചെയ്തോളൂ. വിൻഡോസ് അല്ലേ എല്ലാവരുടെ കയ്യിലുള്ള, അപ്പൊ വിൻഡോസ് ഉള്ള ആരെങ്കിലും ഷെയർ ചെയ്യാം. മാക് ആണെങ്കിൽ ഇവിടെ മാക്കിന് ഓപ്ഷൻ കാണും, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. എല്ലാവരുടെയും വിൻഡോസ് ആയതുകൊണ്ടാണ് വിൻഡോസ് ഉള്ള ഒരാൾ ഷെയർ ചെയ്യാൻ പറഞ്ഞത്. വേറെ ആരാ? ആദർശിന് പറ്റുമോ? മറ്റേ ആദർശ്, ആദർശ് പ്ലീസ്. അരുൺ, അരുൺ ഇല്ല. ഷഹന, ഷഹന ഓക്കെ ആണോ? ഷഹന, നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ, ഓക്കെ ഷഹന പ്രസന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടുന്ന് MySQL ഇൻസ്റ്റാളർ എടുക്കുക. MySQL ഇൻസ്റ്റാളർ ഫോർ വിൻഡോസ്. അപ്പൊ മാക് ആണെങ്കിൽ മാക്കിന്റെ ഓപ്ഷൻ അവിടെ കാണും, മാക് ചെയ്യുക. ഓക്കെ, ഇവിടുന്ന് തന്നെ നമുക്ക് 32 ബിറ്റ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. 32 ബിറ്റ് നോക്കുക. ആദ്യം കാണുന്നത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് കൊടുക്കുക. ഇവിടെ ലോഗിൻ സൈൻ അപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നോ താങ്ക്സ്, ജസ്റ്റ് സ്റ്റാർട്ട് മൈ ഡൗൺലോഡ്. ഓക്കെ, ഡൗൺലോഡ് ആക്കുക. ഡൗൺലോഡ് ആയി കഴിഞ്ഞ് മെസ്സേജ് ഇടുക. ആദർശ് TP ദേവപ്രയാഗ്, നിങ്ങൾ രണ്ടുപേരും മെസ്സേജ് ഇടുക. ഷഹനാടെ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഡൗൺലോഡ് ആയിട്ടൊന്ന് മെസ്സേജ് ഇടുക. മെസ്സേജ് ഇടണേ. യെസ് എന്ന് പറഞ്ഞ മെസ്സേജ് ഇടുക. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. TP ദേവപ്രയാഗ് യെസ് ആണ്. ആദർശ്, ആദർശിനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് ആയവര് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് നമുക്ക് കസ്റ്റം ആണ് ചൂസ് ചെയ്യേണ്ടത്. ചൂസ് കസ്റ്റം കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ചൂസ് കസ്റ്റം കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ദെൻ ഇവിടുന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് MySQL സർവറും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഷെൽ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച്. സോ ഷെൽ MySQL സർവറിന് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ MySQL സർവർ വീണ്ടും വരും. അത് വീണ്ടും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, വീണ്ടും വരും, വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്ന് ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള ഫസ്റ്റ് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് ആദ്യത്തത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രീൻ ആരോ കാണും, ഗ്രീൻ ആരോ കൊടുത്ത് അത് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളത് MySQL ലേറ്റസ്റ്റ് വെർഷൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെർവർ ആണ്. അതുപോലെ നമുക്ക് ഷെല്ലും ചെയ്യാം. ഷെല്ല് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും അത് കിടന്നോട്ടെ. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരിക. സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണും.
ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുക, ഷെല്ല് എടുക്കുക. വർക്ക് ബെഞ്ച് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷെ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിലാണ് ചെയ്യുന്നത്. സോ അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് കമാൻഡ് പ്രോംപ്റ്റ് നമ്മൾ ചൂസ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് വർക്ക് ബെഞ്ചിന്റെ ആവശ്യമില്ല. ഒന്നും ലേറ്റസ്റ്റ് വെർഷൻ എടുക്കുക, ചൂസ് ചെയ്യാം. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഇത് രണ്ടും നമ്മൾ എടുത്തു, ദെൻ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തോളൂ. വേണ്ട വേണ്ട, നെക്സ്റ്റ് കൊടുത്താൽ മതി. ഇനി എക്സിക്യൂട്ട് ചെയ്തോളൂ. എക്സിക്യൂട്ട് ചെയ്യാം. എല്ലാരും എക്സിക്യൂട്ട് ചെയ്യാം. ആദർശ് ഒന്ന് മെസ്സേജ് ഇടാം. മാക് ആയതുകൊണ്ട് എന്താന്ന് പറയോ? ഓക്കെ ഓക്കെ. എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഓക്കെ ആക്കാം.
MySQL server റണ്ണിങ്ങോ? ഒന്ന് ഫോട്ടോ എടുത്ത് അയക്കാവോ? ഇനിഷ്യലൈസ് ഡേറ്റ ഓപ്പൺ ചെയ്താൽ മതിയോ? ടെർമിനലിലോ? ഞാനും നോക്കട്ടെ. ഇൻസ്റ്റോൾ ചെയ്തായിരുന്നു. ഹലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സിസ്റ്റം സെറ്റിംഗ്സ് എടുത്തിട്ട് MySQL എടുക്കുക. അവിടുന്ന് MySQL സെർവർ കണ്ടുപിടിച്ചെടുത്തത് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഇവിടെ കാണിക്കുന്നത്. സെറ്റിംഗ്സ് എടുക്കുക, സെറ്റിംഗ്സ് എടുത്തിട്ട് അവിടെ MySQL കാണും. സിസ്റ്റം സെറ്റിംഗ്സ് എടുക്കണേ. സിസ്റ്റം സെറ്റിംഗ്സ് എടുക്കുമ്പോൾ MySQL കാണും. MySQL അവിടെ സ്റ്റാർട്ട് സെർവർ കൊടുത്താൽ മതി. എന്നിട്ടൊരു കോഡ് ഉണ്ട്. ആ കോഡ് ഞാൻ അയച്ചു തരാം. അത് സെർവർ ഓപ്പൺ ചെയ്തിട്ട്, അല്ല, ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഈ കോഡ് ഒന്ന് കൊടുത്ത് നോക്കണേ. സ്റ്റാർട്ട് സെർവറോ? ഓക്കെ, അപ്പൊ ഷെഹന ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ. അത് ഡൗൺലോഡ് ആവട്ടെ. അപ്പോഴേക്കും ആദർശ് ഒന്ന് പ്രസന്റ് ചെയ്യാവോ? നമുക്കത് നോക്കാം. അപ്പൊ ഇത് ഡൗൺലോഡ് ആയിക്കഴിഞ്ഞിട്ട് പറയണേ ഷെഹന. ഓക്കെ മാം. ഓക്കെ. ഓക്കെ, സിസ്റ്റം സെറ്റിംഗ്സ് എടുത്തേ. സിസ്റ്റം സെറ്റിംഗ്സ് ആണോ എടുത്തേക്കുന്നത്? ഓക്കെ, എന്നിട്ട് അവിടുന്ന് MySQL ഓപ്പൺ ചെയ്തായിരുന്നോ? എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓക്കെ, സ്റ്റാർട്ട് വരെ ചെയ്ത് അല്ലേ? ഓക്കെ, എന്നിട്ട് പാസ്വേഡ് വല്ലതും കൊടുത്തായിരുന്നോ? ആ, ഓക്കെ, ആ പാസ്വേഡ് ഓർത്ത് വെക്കുക. അത് മറക്കരുത്. അത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ടെർമിനൽ എടുത്ത് കഴിയുമ്പോൾ ഞാനൊരു കോഡ് അയച്ചായിരുന്നല്ലോ. ആ കോഡ് മാത്രമായിട്ട് ഞാൻ അയക്കാം. ആ കോഡ് കോപ്പി ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് നോക്കാം. ഒരു കോഡ് അയച്ചിട്ടുണ്ട്. അതല്ല, ഇപ്പൊ ഒരെണ്ണം അയച്ചിട്ടുണ്ട്. അതല്ല, ഇപ്പൊ ഒരെണ്ണം അയച്ചു. സുഡോ യൂസർ. അത് അത് കോപ്പി ചെയ്യാം, ടെർമിനലിൽ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്ത് പാസ്വേഡ് ആണ് അവിടെ കൊടുത്ത? ആ പാസ്വേഡ് ഒന്ന് കൊടുത്തേ.
അതങ്ങനെ വരുന്നയാണോ? എന്റർ ക്ലിക്ക് ചെയ്ത് അതോ അങ്ങനെയാണോ? ഓക്കെ. അത് കൺട്രോൾ ആ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറയുന്നത് കൊടുത്തു. LS അവിടെ തന്നെ കൊടുത്തോ, ടെർമിനലിൽ തന്നെ. LS സ്പേസ് സ്ലാഷ് യൂസർ USR ആണ്. USR സ്ലാഷ് ലോക്കൽ സ്ലാഷ് MySQL ലോക്കൽ സ്ലാഷ് MySQL സ്ലാഷ് എൻ്റർ ചെയ്ത് ഇവിടെ MySQL ഉണ്ടോ? ഇല്ലല്ലേ? MySQL സ്പേസ് മൈനസ് മൈനസ് വെർഷൻ വെർഷൻ MySQLന്റെ വെർഷൻ അറിയാൻ വേണ്ടി. കാണിക്കുന്നുണ്ടോ വെർഷൻ? ഓക്കെ ഓക്കെ, കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി MySQL സ്പേസ് മൈനസ് യു റൂട്ട് മൈനസ് പി എന്ന് കൊടുത്ത് MySQL സ്പേസ് മൈനസ് യു റൂട്ട് സ്പേസ് മൈനസ് പി. പി ആണ് പി. ഓക്കെ, എൻ്റർ ചെയ്തോളൂ. പാസ്വേഡ് കൊടുക്കൂ. എന്ത് പാസ്വേഡ് ആണോ അവിടെ കൊടുത്തത് ആ പാസ്വേഡ്. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വന്നില്ല, ഓട്ടോമാറ്റിക്കലി എല്ലാം വന്നിട്ടുണ്ട്. ആക്സസ് ഡിനൈഡ് ആണല്ലോ കാണിക്കുന്നത്. പക്ഷെ MySQL ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, പക്ഷെ ആക്സസ് ഡിനൈഡ് ആണ്. ഞാൻ രണ്ട് കോഡ് എടുക്കാം, ആ രണ്ട് കോഡ് കൊടുത്ത് നോക്കാം. ഒന്ന് കൊടുക്കണേ. ഫസ്റ്റ് കൊടുക്കണ്ട, രണ്ടാമത്തെ കൊടുക്കാം. സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ആയോ?
ടി പി ദേവപ്രയ ആൻഡ് ഷഹന, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പറയണേ. നെക്സ്റ്റ് സ്റ്റെപ്പ് പറയാം, അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പറയണം. എവിടം വരെയായി ഷഹന? അത്രേ ആയിട്ടുള്ളൂ അല്ലേ? പറയണേ. ഓക്കെ. ആ, ഓക്കെ ഓക്കെ. ആ, എന്നാ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയേ. അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമോ? ഞാൻ അത് നോക്കുമായിരുന്നു. മൈ സ്കൂൾ ഹോം ബ്രൂ എന്ന് പറഞ്ഞ വേറൊരു MySQL കൂടി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ? HOMEBREW. അത് മുമ്പ് ചെയ്തിട്ടുണ്ടോ? അതവിടെ ഉണ്ടോ അങ്ങനെ ഒരു MySQL? ഏ, കാണിക്കുന്നില്ലേ? ടെർമിനലിൽ കാണിക്കുന്നുണ്ടോ? ടെർമിനലിൽ MySQL സെർവർ PID നോട്ട്. ഞാൻ പറയുന്നത് കൊടുക്കണം. BREW സ്പേസ് സർവീസസ് സ്പേസ് സ്റ്റോപ്പ് MySQL. ആ, സ്പേസ് ഉണ്ട്. സ്റ്റോപ്പ് MySQL. സ്റ്റോപ്പ് ആയോ? MySQL is not started. ഒന്നുകൂടി കൊടുത്തേ. BREW സ്പേസ് uninstall MySQL. ഇനി MySQL വെർഷൻ ഒന്ന് സെറ്റ് ചെയ്തേ. MySQL സ്പേസ് മൈനസ് മൈനസ് വെർഷൻ. ഓക്കെ, MySQL കാണുന്നില്ല. ഒന്ന് ഗൂഗിൾ എടുക്കാവോ? MySQL കമ്മ്യൂണിറ്റി സെർവർ മാക് OS എന്ന് കൊടുത്തേ. മാക് OS. മാക് ഇത് തന്നെയാണോ ഡൗൺലോഡ് ചെയ്തത്? ആണോ? മാക് OS ആണോ അവിടെ പറഞ്ഞത്? DMG ഇൻസ്റ്റാളർ ആണോ ചെയ്തത്? ആ, അത് വെച്ചിട്ട് കയറിയിട്ട് DMG ഇൻസ്റ്റാളർ. ആ, അതെ 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 അതെ, DMG ഇൻസ്റ്റാളർ. എന്നിട്ട് പാസ്വേഡ് കൊടുത്തായിരുന്നോ? റൂട്ടിന് പാസ്വേഡ് കൊടുത്തായിരുന്നോ? ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. പക്ഷെ അതൊന്നും കൂടി ആവട്ടെ.
ഓക്കെ, ഇനി നേരത്തെ ചെയ്ത പോലെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇതൊരു പാസ്വേഡ് കൊടുക്കും. ആ, ഇനി സ്റ്റാർട്ട് ചെയ്യണേ. സിസ്റ്റം സെറ്റിംഗ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തോളൂ. പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, ഞാൻ പറയാവേ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ടെർമിനൽ എടുക്കുക. ടെർമിനൽ എടുത്തിട്ട് MySQL മൈനസ് മൈനസ് സെർച്ച് കൊടുത്തേ. MySQL സ്പേസ് മൈനസ് മൈനസ് സെർച്ച് എന്റർ. കമാൻഡ് നോട്ട് ഫൗണ്ട്. വിച്ച് MySQL എന്ന് കൊടുക്കുക. MySQL നോട്ട് ഫൗണ്ട് എന്നാണല്ലോ കാണിക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തതല്ലേ, പിന്നെ എന്താ MySQL കാണിക്കുന്നത്? LS കൊടുത്തു നോക്കി. LS സ്പേസ് നേരത്തെ കൊടുത്ത കമാൻഡ് അപ്പാരോ ക്ലിക്ക് ചെയ്ത് വരുമോ? അപ്പാരോ കീബോർഡിൽ അപ്പാരോ. ഒന്നും കൂടി. അല്ല, ഇതുമല്ല. ബാക്ക് പോയി ഇതൊന്ന് കൊടുത്തു നോക്കിയേ. MySQL അതല്ല, അതിന് തൊട്ടു ഇത് അത് എൻ്റർ ചെയ്യൂ. MySQL പിന്നുണ്ടല്ലോ, പിന്നെ ഡേറ്റ അതൊക്കെ ഉണ്ടാകും നോക്കി. പിന്നെ ഡേറ്റ ലിബ് സപ്പോർട്ട് ഫയൽസ് ഇൻക്ലൂഡ് എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ, ഇനി പാത്ത് എക്സ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി എക്സ്പോർട്ട് പാത്ത് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എക്സ്പോർട്ട് പാത്തിന്റെ പാത്ത് ക്യാപിറ്റൽ ആയിരിക്കണേ. ഞാൻ തരാം, അത് കോപ്പി ചെയ്താൽ മതി. അത് കോപ്പി ചെയ്യൂ. ഇനി MySQL മൈനസ് മൈനസ് സെക്ഷൻ കൊടുത്തേ. ഓക്കെ, വന്നിട്ടുണ്ട്. ഇനി അപ്പാരോ ക്ലിക്ക് ചെയ്ത് -u -p എന്ന് പറഞ്ഞ ഒരു കമാൻഡ് അടിച്ചു. അപ്പാരോയിൽ ക്ലിക്ക് ചെയ്തോ. അതല്ല, -u -p എന്ന് പറഞ്ഞ MySQL സ്പേസ് -u -p. ഹലോ, ഹലോ ആദർശ്. ഓക്കെ, ഇപ്പോഴും എറർ ആണല്ലേ? ഞാനിപ്പോ ഒരു പാത്ത് ഒരു കാര്യം കോപ്പി ചെയ്തിടണമെന്ന് വെച്ചിട്ട്
എന്നിട്ട് വീണ്ടും ആ എന്നിട്ട് പാസ്വേഡ് അടിച്ചു കൊടുത്തു. ഓക്കെ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാ. ദേവപ്രയാഗാവുമ്പോ പറയണേ. പ്രയാഗ്, ഷഹന എന്തായി? ഷഹന, ഓക്കെ. ദേവപ്രയാഗ് ഷെയർ ചെയ്യാവോ? ഓക്കെ, ഇപ്പൊ എന്ത് ഓപ്ഷനാ കാണിക്കുന്നത്? നെക്സ്റ്റ് എക്സിക്യൂട്ട് എന്നാണോ കാണിക്കുന്നത്? ആ, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് എക്സിക്യൂട്ട് കാണും, എക്സിക്യൂട്ട് കൊടുക്കുക. അപ്പൊ വീണ്ടും ഇതുപോലെ അതെ, വീണ്ടും ഇൻസ്റ്റാൾ കാണിക്കും. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനും ഇതുപോലെ ടൈം എടുക്കും. ഓക്കെ, ഇൻസ്റ്റാൾ ആയോ? ഓ, ഇപ്പൊ എന്താണോ സ്റ്റാറ്റസ് ഒന്ന് ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദർശ് തന്നെ ഷെയർ ചെയ്തോളൂ. നമുക്ക് ഇത് നോക്കാം. ഏ, ഒന്ന് അയക്കണേ എനിക്ക് വാട്സപ്പിൽ. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ കാണിക്കുന്നത്? ഇങ്ങനെ കാണിക്കാറുണ്ടോ ഈ ടെർമിനലിൽ എന്തെങ്കിലും കൊടുക്കും? ഇപ്പൊ കൺട്രോൾ C കൊടുത്തിട്ട് ഞാൻ കമാൻഡ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കൊടുത്തു എനിക്ക്. ആദർശ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. ആദർശല്ലല്ലോ, സോറി, ദേവപ്രയാഗ്. ഇങ്ങനെയുള്ള കാര്യമൊക്കെ നെക്സ്റ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ഒരിക്കലും മറക്കാത്ത ഒരു പാസ്വേഡ് കൊടുക്കുക. കാര്യം ഈ പാസ്വേഡ് നമുക്ക് ആവശ്യമുണ്ട്. സോ മറക്കാത്ത ഒരു പാസ്വേഡ് കൊടുക്കുക. നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഇയർ, അത് കൊടുത്താൽ മതി. അത് കൊടുക്കുക. ഓരോ കാര്യങ്ങൾ ഇതുപോലെ ഫോട്ടോ അയക്കുക. അതെ അതെ അതെ, യെസ്. ആ, ഷഹന പറഞ്ഞു. ഓക്കെ, കംപ്ലീറ്റ് ആയൊന്നുമില്ല, ഞാൻ പറയാതെ നോട്ട് ചെയ്ത് വെക്കുക. കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ്, അത് കഴിഞ്ഞ് എക്സിക്യൂട്ട് കൊടുക്കുക. എക്സിക്യൂട്ട് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ഇൻസ്റ്റാൾ ആവും. അത് കഴിഞ്ഞിട്ട് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. അപ്പൊ പാസ്വേഡ് കൊടുക്കുക. മറക്കാത്തൊരു പാസ്വേഡ് കൊടുക്കുക. ഇവിടം വരെയാണ് ഇപ്പൊ ദേവപ്രയാഗ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്താ ദേവപ്രയാഗ് കാണിക്കുന്നത്? കസ്റ്റം യൂസറോ? ആ, അങ്ങനെ തന്നെ കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുത്ത് ഒതന്റിക്കേഷൻ സ്ട്രോങ് പാസ്വേഡ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അതെല്ലാം നെക്സ്റ്റ് കൊടുക്കുക, എക്സിക്യൂട്ട് ചെയ്യുക, ഫിനിഷ് കൊടുക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇത് വരുന്നതിന് നെക്സ്റ്റ്, നെക്സ്റ്റ്, എക്സിക്യൂട്ട്, ഫിനിഷ്, അത്രയും മാത്രം ചെയ്താൽ മതി. ഓക്കെ, അതൊക്കെ തന്നെ ആയിക്കോളും. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അതൊക്കെ തന്നെ ആയിക്കോളും. ആ, അപ്പൊ എക്സിക്യൂട്ട് കൊടുക്കുക. അപ്പൊ അത് തന്നെ ആയിക്കോളും. ദെൻ ലാസ്റ്റ് എക്സിക്യൂട്ട്, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് ഫിനിഷ് ചെയ്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. ആ, ഷഹന പാസ്വേഡ് കൊടുക്കുന്ന വരെ നോക്കുക. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, എക്സിക്യൂട്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്നാൽ ഈ മാക്കിൽ എങ്ങനെയാണെന്ന് പറ്റില്ലല്ലോ. നമുക്ക് നോക്കാം.
എന്തായിരിക്കും പ്രശ്നം? MySQL ഇൻസ്റ്റാൾ ആയി അതിന്റെ വെർഷൻ കാണിക്കുന്നുണ്ട്, പാസ്വേഡ് കാണിക്കുന്നുണ്ട്, പിന്നെ അതിലേക്ക് സർവർ ഓപ്പൺ ആവുന്നില്ല. അതാണ് പ്രശ്നം. അങ്ങനെയാണോ ചെയ്യാറ്? യൂട്യൂബിൽ നോക്കിയാണോ ചെയ്യാറ് മാക്കില് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കുക. എന്നിട്ട് കിട്ടുവാണെങ്കിലും കിട്ടിയില്ലെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കുക. എന്തെങ്കിലും എറർ വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി. പറ്റുന്ന രീതിയിൽ ഞാനും ഹെൽപ്പ് ചെയ്യാം. ഞാൻ മാക്ക് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അതാണ്. ഷെഹന എവിടം വരായി? ഓക്കെ, അപ്പൊ ഇന്നത് ഇത്രയും സെറ്റിംഗ് തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, നാളെ ബാക്കി നമുക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ. ആദർശ്. ഓക്കെ. താങ്ക് യു. നെക്സ്റ്റ് എക്സിക്യൂട്ട് ഉണ്ടോ? ഹലോ, താഴെ നെക്സ്റ്റ് ഉണ്ടോ? നെക്സ്റ്റ്. ഓക്കെ, അതൊരു ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കണേ. അതൊരു ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കണേ. അല്ല, ഇപ്പൊ എന്താണോ അത് ഫോട്ടോ എടുത്ത് അയക്കുക. വേറെ ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം. ദേവപ്രയാഗ് ഒന്ന് ഫോട്ടോ. അതായിക്കോളും. അതെല്ലാം ടിക്ക് ആയി കഴിഞ്ഞതിന് ശേഷം അവിടെ എന്ത് വരത്തുള്ളൂ, കണ്ടിന്യൂ വരും. അതുവരെ അത് അങ്ങനെ ആയി.